ഇവിടെ രാജ്യസഭ MP ആയിക്കൊണ്ട് ഒരു MP ആണല്ലോ ഇപ്പൊ LDF-ന്റെ കരീം ഇക്ക മുസ്ലിം മേഖലയിൽ പോയിട്ട് കരീം ഇക്ക എന്ന പേര് പ്രചരിപ്പിച്ചുകൊണ്ട് മത്സരിക്കുന്നത്. ആ MP കേരളത്തിലോ കോഴിക്കോടിനോ എന്ത് വികസനം ചെയ്ത് പല വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായിട്ട് എന്റെ അറിവിലുണ്ട്. അയാൾ ചെയ്ത ഒരു വികസനം തിരുവണ്ണൂർ കോട്ടയിൽ തുറപ്പിച്ചത് നിങ്ങളുടെ കോഴിക്കോട്ടെ ജനങ്ങൾ മുഴുവൻ കാണുന്ന ചർച്ചയാണല്ലോ. ശ്രീ ഗിരീഷ് അടക്കം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിലും ഇതുപോലെ കുറെ ക്യാപ്സ്യൂൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ കാര്യം MP ഫണ്ട് ലാപ്സ് ആവുന്നു. ഒരു MP ഫണ്ട് ലാപ്സ് ആവുന്ന കണക്കൊന്ന് പറയണമെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞാൻ പറയുന്നു, ഒരു മിനിറ്റ് നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി ഒന്ന് കേൾക്കേണ്ട ക്യാപ്സ്യൂൾ കുഞ്ഞെ ഒന്ന് കേൾക്കണ്ടേ? ഞാൻ അഷ്മിക്ക് ഗവൺമെന്റിന്റെ കയ്യിലുള്ള MP ലാഡ്സിലെ ഇന്നത്തെ റിപ്പോർട്ട് തരാം. ശ്രീ MK രാഘവന്റെ പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആകെയുള്ള ഫണ്ട് എന്ന് പറയുന്നത് 17 കോടി രൂപയാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പദ്ധതിക്ക് കൊടുത്ത തുക 19,30,910. ഒരു മിനിറ്റ് ആ MP ലാൻഡ് സൈറ്റിൽ നോക്കൂ. ഒരു മിനിറ്റ് 98 ലക്ഷം രൂപയുടെ ഓൺഗോയിങ് വർക്കുകളും ഈ CPM-കാർക്ക് എന്തും പറയാനുള്ള സമയം കൊടുത്തല്ലോ. CPM-കാരൻ ഇവിടത്തെ രാജ്യസഭ MP-യുടെ കാര്യം കൂടി കേൾക്കുന്നേ. ഇവിടത്തെ രാജ്യസഭ MP ആണല്ലോ മത്സരിക്കുന്നത്. 19.5 കോടി രൂപയാണ് രാജ്യസഭ അദ്ദേഹം കൊടുത്തവർക്ക് 21 കോടി 31 ലക്ഷം പറയുന്നത്. ഇവിടെ പറയാണ് എളമരം കരീം മുസ്ലിം മേഖലയിൽ പോകുമ്പോൾ കരീമിക്കാവുന്നുണ്ടോ? കോഴിക്കോട്ടുകാർ പ്രായമായവരെ ഇക്കാക്കെന്ന് വിളിക്കും, ഏട്ടാന്ന് വിളിക്കും. ഇവര് KPCC പ്രസിഡന്റ് അതേ വ്യത്യാസമുള്ളൂ. അതായത് ഒരു ഭാഗത്ത് കരീം K ആണെങ്കിൽ MK രാഘവൻ ഹിന്ദു ഭവനങ്ങളിൽ പോയിട്ട് പറയുന്നത് ഞാൻ സനാതന ഹിന്ദുവാണ്, ഞാൻ പരമഭക്തനാണെന്ന് പറയുന്നത്. CPM ആയാലും ശരി, BJP-ക്കാരോടും പറയുന്നു, CPM-കാരോടും പറയുന്നു, BJP-ക്കാരോടും പറയുന്നു, CPM-കാരോടും പറയുന്നു, കോഴിക്കോടിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. അത് മതേതരത്വത്തിന്റെ ചരിത്രമാണ്. എന്തൊക്കെ വെച്ച് CPM BJP വന്നാലും